കൃഷ്ണമേനോന്റെ ബലിഷ്ഠമായ കൈകൾ അവളുടെ കയ്യിലേക്ക് ചേർന്നു. അയാളുടെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്ന് അവളുടെ കുപ്പിവളകൾ ഉടഞ്ഞുപോയിരുന്നു. അയാൾ അവളെയും കൊണ്ട് ഇരുട്ടിലേക്ക് നടന്നു. കയ്യിൽ അവൾക്ക് നീറ്റൽ തോന്നി. അവൾ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കും തോറും അയാളുടെ പിടുത്തത്തിന്റെ ശക്തിയും കൂടി. കരഞ്ഞു തളർന്ന കണ്ണുകളുമായി അവൾ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. നന്ദനും അമ്മയും നന്ദന്റെ അനിയത്തി നന്ദനെയുമൊക്കെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. നന്ദന്റെ മിഴികളിൽ ഒരുതരം നിസ്സംഗത തെളിഞ്ഞു വന്നു. അവൾക്ക് നന്ദനോട് അതിയായ ദേഷ്യം തോന്നി. എന്നാലും നിനക്കെങ്ങനെ ധൈര്യം വന്നു കണ്ടിടത്തൊക്കെ പോയി നിരങ്ങാൻ? പഠിപ്പിന്റെ വിശേഷമറിയാൻ ഞാൻ തന്നെ വന്നത് എത്ര നന്നായി. ഇല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞാൻ അറിയിക്ക പോലുമില്ലായിരുന്നു. ഭാര്യത്തിന്റെ തെണ്ണിയിലേക്ക് അയാൾ അവളെ പിടിച്ചു വലിച്ച് കയറ്റിയത് മാത്രമേ രാത്രിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കൈ ഉത്തരത്തിലെ മഞ്ഞ ചൂരലിലേക്ക് നീണ്ടു. പിന്നെ ഒരുപാട് പ്രാവശ്യം അതങ്ങനെ ഇടതടവില്ലാതെ ഉയർന്നതാണോ? രാത്രിയുടെ കരച്ചിലിന്റെയും വിളിച്ചുകൂകലിന്റെയും അലയൊലികൾ ആ വീടിന്റെ ഓരോ കോണിലും ചെന്നു പതിച്ചു. ഓരോരുത്തരെ അവിടേക്ക് ഒഴുകിയെത്തി. ശാരി ആവുന്നത്ര മുത്തച്ഛനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ വിഫലമായി പോയിരുന്നു അവളുടെ ശ്രമങ്ങളെല്ലാം. അതിനിടയിൽ തന്നെ രാത്രി അടികൊണ്ട് നിലത്ത് വീണിരുന്നു. നിലത്ത് കിടന്ന് ഉരുളുകയാണവൾ. ഇടയ്ക്കൊക്കെ അവളുടെ കൈകൾ അയാളുടെ കാലിലേക്ക് നീളുന്നുണ്ടായിരുന്നു. തല്ലല്ലേ മുത്തച്ഛാന്ന് അവൾ വീണ്ടും അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കാഴ്ചക്കാരായി മാറി നിൽക്കാൻ മാത്രമേ മറ്റുള്ളവർക്കായുള്ളൂ. രേണു അടുക്കളവാതിലിൽ നിന്ന് കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു. ഒടുക്കം ചൂരലൊടിഞ്ഞപ്പോഴായിരുന്നു മുത്തച്ഛന്റെ കലിയൊടുങ്ങിയത്. രാത്രി വെറും നിലത്ത് തളർന്നു കിടന്നു. ഇനി ഇത് ആവർത്തിച്ച ചിലപ്പോൾ എന്റെ പ്രതികരണം ഈ വിധമായെന്ന് വരില്ല. കൊന്നുത്തരത്തിൽ കെട്ടിത്തൂക്കും ഞാന്. പിന്നെ എല്ലാരോടുമായിട്ടൊരു കാര്യം, ഈ വിവരം അനിതയോ ശരത്തിനെയോ അറിയിക്കാൻ വല്ല ഉദ്ദേശവുമുണ്ടെങ്കിൽ എന്നെ അറിയാലോ നന്നായിട്ട് എല്ലാവർക്കും. തറവാട്ടിലെ പെണ്ണുങ്ങളെ പിഴച്ചുപോയാൽ മാനക്കേട് കുടുംബം ഭരിക്കുന്ന കാരണവന്മാർക്കാ. എല്ലാവർക്കും താക്കീത് നൽകി അകത്തേക്ക് പോകുമ്പോഴും അയാൾ അത് പിറുപിറുത്തുകൊണ്ടിരുന്നു. ശാരിയും മൃദുവും കൂടി ഓടി വന്നു രാത്രിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്തിനാ മോളെ നിന്നെ മുത്തച്ഛൻ തല്ലിയത്? ശാരി അലിവോട് അവളോട് ചോദിച്ചു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വരെ പോയതിന്. മുത്തച്ഛന്റെ ഈ സ്വഭാവം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ മോൾ എന്തിനാ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയത്? ആ ചോദ്യത്തിന് മാത്രം രാത്രി മറുപടി പറഞ്ഞില്ല. അനുവാദമില്ലാതെ 2 തുള്ളി കണ്ണീരടർന്ന് അവളുടെ കവളിൽ വീണു. പുറം കയ്യാലെ അത് തുടയ്ക്കവേ അവളൊന്ന് എരിവ് വലിച്ചു. കൈ പിടിച്ചു നോക്കവേ ശാരിയുടെ ഉള്ളൊന്ന് കാളി. ചുവന്നു തിണർത്ത പാടുകൾ. കിട്ടിയ അടിയുടെ എണ്ണം അത്രയും എണ്ണിയെടുക്കാൻ പാകത്തിന് നീളത്തിൽ ചുവന്ന് തടിച്ചു കിടന്നിരുന്നു. തൊണ്ടക്കുഴി വരെ വന്ന വിങ്ങൽ പുറത്തേക്ക് വരാൻ മടി കാണിച്ചു. രാത്രി മെല്ലെ വിതുമ്പി. അവൾക്കൊന്ന് അലറിക്കരയാൻ തോന്നി. എനിക്കിത്തിരി വെള്ളം. പ്രീതി ഓടിപ്പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആർത്തിയോടെ രാത്രി അത് കുടിച്ചു. എനിക്ക് വേദനിക്കുന്നു അപ്പച്ചി. അവളുടെ മുഴുവൻ വേദനയും ആ സ്വരത്തിൽ കലർന്നിരുന്നു. ശാരിയും മൃദുവും താങ്ങി പിടിച്ച് അവളെ മുറിയിൽ കൊണ്ട് കിടത്തി. അടികൊണ്ട പാടുകളിലൊക്കെയും തേൻ പുരട്ടി. മുട്ടിന് താഴേക്ക് അടികെട്ടാൻ ഇനി ഒരു സ്ഥലം ബാക്കിയില്ലാത്തതുപോലെ ചുവന്നു കിടന്നു. കയ്യിലും ഉണ്ടായിരുന്നു നെടുനീളത്തിൽ പാടുകൾ. കുപ്പിവളകളെല്ലാം പൊട്ടിപ്പോയിരുന്നു. എല്ലാത്തിനും ഒടുവിൽ നേർത്തൊരു സ്വർണ്ണ ചെയിൻ മാത്രം ആ കയ്യിൽ അവശേഷിച്ചു. കണ്ണടച്ചു കിടന്നു. ഇത് നോക്കി ഇനി സങ്കടപ്പെടണ്ട, നാളെ ആവുമ്പോൾ മാറും. അതും പറഞ്ഞു ശാരി മുറിവിട്ട് പുറത്തേക്കിറങ്ങി. രാത്രി മെല്ലെ കണ്ണുകളടച്ചു. ഇനിയും തന്റെ ജീവിതത്തിന്റെ പടികടന്നെത്താനിരിക്കുന്ന ദുരന്തങ്ങൾ അറിയാതെ ആ പാവം പെൺകുട്ടി അലസമായ പല ചിന്തകളെയും വഴിതിരിച്ചു വിട്ടുകൊണ്ട് നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ നേരം ഒരുപാട് കഴിഞ്ഞിട്ടോ അവൾ ഉണർന്നിരുന്നില്ല. ശാരി ചെന്ന് ഒരുപാട് സമയം തട്ടി വിളിച്ചപ്പോഴായിരുന്നു അവൾ മിഴികൾ തുറന്നത്. അപ്പച്ചി, തലയൊക്കെ വല്ലാതാകുന്നു. ഒരു ഭാരം പോലെ. എനിക്കെന്തേലും പറ്റുമോ? എനിക്ക് അമ്മയെ കാണാൻ തോന്നൂ. ശാരി അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചു. ദേഹം മുഴുവൻ വേദനിക്കുന്ന അപ്പച്ചി. എന്തിനാ ഇത്ര ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്നത്? മോൾ എഴുന്നേക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്ക്. ഇനി സ്കൂളിൽ ഒന്നും പോകണ്ട കേട്ടോ.
മനഃപൂർവ്വമായിരുന്നു അവളുടെ ആ ചോദ്യത്തിന് ശാരി മറുപടി പറയാതിരുന്നത്. കാരണം രാത്രി ചോദിച്ച ചോദ്യം ഒരു 100 ആവർത്തി അവൾ സ്വയം ചോദിച്ചിരുന്നു. രാത്രി മെല്ലെയൊന്ന് മൂളി. വൈകുന്നേരമായപ്പോൾ ആദിത്രി ട്യൂഷന് പോകാൻ വാശി പിടിച്ചു. ശാരി പോയി കൃഷ്ണമേനോനെ കാര്യം അറിയിച്ചു. അയാൾ എതിർപ്പൊന്നും പറയാതിരുന്നത് അവർക്കും അത്ഭുതമായി. പരസഹായമില്ലാതെ നടക്കാൻ പോലും രാത്രിക്കാകുമായിരുന്നില്ല. അവൾ രേണുവിന്റെ സഹായത്തോടെ എങ്ങനെയൊക്കെയോ വേച്ചു വേച്ച് ഒരുവിധം ക്ലാസ്സിലെത്തി. അല്പം നേരത്തെ വന്നതുകൊണ്ട് മറ്റു കുട്ടികളും നന്ദനും എത്തിയിരുന്നില്ല. അവൾ മെല്ലെ ഡെസ്കിലേക്ക് മുഖം ചേർത്ത് കിടന്നു. അവളുടെ കണ്ണുനീർ തുള്ളികളായി ഇറ്റു വീണു. അല്പം കഴിഞ്ഞപ്പോൾ മുതൽ ക്ലാസ്സിൽ ഓരോരുത്തരായി വന്നു തുടങ്ങി. ഗായത്രി അവളുടെ അടുത്തെത്തി തട്ടി വിളിക്കുമ്പോഴായിരുന്നു അവൾ തല ഉയർത്തിയത്. നീ എന്തിനാ കരഞ്ഞത്? കണ്ണൊക്കെ വീർത്തിരിക്കുന്നല്ലോ. അവളുടെ ശബ്ദത്തിൽ ആവലാതി കലർന്നു. മെല്ലെ അവളുടെ ദൃഷ്ടി താത്രിയുടെ കയ്യിലേക്ക് നീണ്ടു. യോ, ആരാ ഇങ്ങനെ തല്ലിയത്? അതിത്രി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു താത്രി അപ്പോഴേക്കും. മുത്തശ്ശൻ മുത്തശ്ശൻ എന്നെ തല്ലി, ഒരുപാട് തല്ലി. നിലത്തിട്ടും അല്ലാതെയും ഒക്കെ തല്ലി. ഞാൻ തല്ലല്ലേ എന്ന് കാലി പിടിച്ചു പറഞ്ഞിട്ടും തല്ലി. ഓരോ വാക്ക് പറയുമ്പോഴും വിതുമ്പുകയായിരുന്നു അവൾ. ഏങ്ങലടികൾക്കിടയിൽ ശ്വാസമെടുക്കാൻ പോലും അവൾ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ എല്ലാം ശ്രദ്ധ അവിടേക്ക് തിരിഞ്ഞപ്പോഴേക്കും നന്ദൻ ക്ലാസ്സിലേക്ക് കയറി വന്നു. പൊടുന്നനെ എല്ലാവരും നിശബ്ദരായി. അവൻ പതിവ് പോലെ ഓരോ അറ്റത്തു നിന്നായി ചോദ്യം ചോദിച്ചു തുടങ്ങി. ഭൂരിഭാഗം കുട്ടികളും ഉത്തരം പറഞ്ഞിരുന്നു. ഒടുവിൽ അവന്റെ ദൃഷ്ടി അതിഥിയിലെത്തി. നന്ദൻ ചോദിച്ച ചോദ്യത്തിന് തല കുനിച്ചു നിന്നതല്ലാതെ ഒരു വാക്കുപോലും അവൾ മുഴിഞ്ഞില്ല. പഠിച്ചു വരണമെന്ന് ഇന്നലെ ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? പഠിക്കാനല്ലെങ്കിൽ പിന്നെന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നത്? കൈനീട്ട്. ചെറിയൊരു ശിക്ഷ കിട്ടിയാലേ പഠിക്കാനൊക്കെ ഒരു തോന്നൽ വരും. തല കുനിച്ച് തന്നെ നിന്നുകൊണ്ട് അവൾ കൈനീട്ടി. അവളെ തല്ലാനായി ഉയർന്ന നന്ദന്റെ ചൂരൽ അവളുടെ കയ്യിലെ മുറിപ്പാടുകളും ചുവന്ന് കരുനീലിച്ച അടയാളങ്ങളും കണ്ട് ആരോ പിടിച്ചു കെട്ടിയതുപോലെ അന്തരീക്ഷത്തിൽ തന്നെ നിന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത് ആദിത്രി? അത് കാണിക്കെ അവന്റെ ഹൃദയത്തിൽ ചെറിയൊരു വേദന നാമ്പിട്ടു. ഇന്നലെ എന്റെ വീട്ടിൽ വന്നതിന് അവളുടെ മുത്തശ്ശൻ തല്ലിയതിന്റെ അടയാളങ്ങളാ സാറേ. ഗായത്രി എഴുന്നേറ്റ് നിന്ന് നന്ദന് മാത്രം കേൾക്കാൻ പാകത്തിന് പതറി. ആദിത്രി ഇങ്ങോട്ട് നോക്ക്. അവൾ മെല്ലെ മുഖമുയർത്തി. നിറഞ്ഞു തുളുമ്പി പോകാറായ ആ മിഴികൾ അവനോട് എന്തോ പരിഭവം പറയും പോലെ ചെറുതായി അനങ്ങി. ആദിത്രി ഇരിക്കും. താൻ ഒരുപക്ഷെ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ അവൾ പൊട്ടിക്കരഞ്ഞു പോകുമോ എന്ന് അവൻ ഭയപ്പെട്ടു. അപ്പോൾ ഇന്നലെ നോക്കിയ നോട്ടം മുത്തച്ഛനിൽ നിന്ന് രക്ഷിക്കണേ എന്നൊരു അപേക്ഷയായിരുന്നു. അവളുടെ മിഴികളിൽ നോക്കി നിശബ്ദമായി അവനത് ചോദിച്ചു. അന്ന് ക്ലാസ് എടുക്കാൻ നന്ദൻ എന്തോ ഒരു വല്ലായ്മ. തെളിച്ചമില്ലാതിരുന്ന അതിത്രിയുടെ മുഖവും അതിന് മറ്റൊരു കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം നീട്ടാതെ അവൻ വേഗം ക്ലാസ് അവസാനിപ്പിച്ചു. എല്ലാവരും പോയിട്ട് ഗായത്രി മാത്രം പോകാതെ അവൾക്കരികിലിരുന്നു. ഇതാ, അവൾ ബാഗിൽ നിന്നൊരു പൊതിക്കെട്ടെടുത്തു. ഇതൊരു ധാവണിയാ. അമ്മ ഇന്നലെ ഉറങ്ങാതിരുന്ന് നിനക്ക് വേണ്ടി തുന്നിയതാ. അതിത്രിയുടെ കണ്ണിൽ സന്തോഷം അലത്തല്ലേ. അവളത് പതിയെ തുറന്നു. കരിമ്പച്ച കളറിൽ സ്വർണ്ണ നിറമുള്ള മുത്തുകൾ പിടിപ്പിച്ച ധാവണി. അതിത്രി അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ശരിക്കും അമ്മ ഇത് സാരി കൊണ്ട് തുന്നിയതാ. അതുകൊണ്ട് നിനക്കിത് ഇഷ്ടപ്പെടുമോന്ന് അമ്മയ്ക്ക് സംശയമായിരുന്നു. നീ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറയണേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. അവിടെ വരെ വരാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ അമ്മ കണ്ടാൽ ശരിയാവില്ല. ഞാൻ വേറൊരു ദിവസം വരാം. എന്നിട്ട് മുത്തച്ഛൻ അറിയാണ്ട് വേഗം തിരിച്ചു പോരാൻ. ഗായത്രി അവളെ ചേർത്ത് പിടിച്ച് കവളിൽ മുത്തി. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. അതിന് മറുപടിയായി അവൾ കണ്ണു നിറച്ചൊന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ നീ പൊയ്ക്കോളൂ. എന്നെ കൂട്ടാൻ ചിലപ്പോൾ ഇന്നും മുത്തശ്ശൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതും കണ്ടുകൊണ്ട് വന്നാൽ ഇന്നലെ കിട്ടിയതിന്റെ ബാക്കി തല്ലുകൂടി ഇന്ന് തരും. പെട്ടെന്നത് കേട്ടപ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ദുഷ്ടനായ മുത്തശ്ശൻ. ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഗായത്രി പെറുപെറുത്തു. ആദിത്രി പിന്നെയും കുറച്ചു സമയം ക്ലാസ്സിലിരുന്നു. അപ്പോഴായിരുന്നു നന്ദൻ അങ്ങോട്ടേക്ക് വന്നത്. ആദിത്രി ഇതുവരെയും പോയില്ലേ?
ഇല്ല സാർ, കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വന്നില്ല. ഉം. ഇന്നലെ മുത്തശ്ശൻ ഒരുപാട് ഉപദ്രവിച്ചോ? ഉം. ഒത്തിരി തല്ലി. സാരമില്ല, പോട്ടെ. വിഷമിക്കണ്ട കേട്ടോ. ഏകദേശം അരമണിക്കൂർ പിന്നിട്ടു. അവളെ തേടി ആരും വന്നില്ല. അതിത്രി, ക്ലാസ് നേരത്തെ കഴിഞ്ഞത് വീട്ടിലാരും അറിഞ്ഞില്ലല്ലോ. അതാകും ഇന്ന് ആരും വരാത്തത്. ഇനി ഇവിടെ ഒറ്റയ്ക്കിരിക്കണ്ട. താൻ വാ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, മുത്തശ്ശൻ തല്ലും. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇങ്ങനെ പേടിക്കാതെ. മുത്തശ്ശൻ വഴക്കൊന്നും പറയില്ല. അഥവാ എന്തേലും പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം ക്ലാസ് നേരത്തെ കഴിഞ്ഞതുകൊണ്ടാണെന്ന്. അവൾ ബാഗും കയ്യിലെടുത്തുകൊണ്ട് അവനൊപ്പം നടന്നു. അല്പം നടന്നിട്ടും അവനൊന്നും മിണ്ടിയില്ല. ഇടയ്ക്ക് തെളിഞ്ഞു കേൾക്കുന്ന ചീവീടുകളുടെ ശബ്ദത്തിനിടയിൽ അതിത്രിയുടെ ഏങ്ങലടികളും സ്ഥാനം പിടിച്ചു. എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുറച്ചൊക്കെ ബോൾഡായി നിന്നോടെ? അവൾ നടന്നെടുത്ത് തന്നെ നിന്നു. ദിവസങ്ങളുടെ വെളുപ്പും കറുപ്പും തിരിഞ്ഞു മാറി വരുമ്പോൾ പെട്ടെന്നൊരു നാൾ നിശ്ചയദാർഢ്യമുള്ള നായിക പിറവിയെടുക്കുന്നത് സാറ് പഠിപ്പിക്കുന്ന കഥകളിൽ മാത്രമാണ്. ജീവിതത്തിലെ നായികമാർക്ക് അത്ര പെട്ടെന്ന് സാധ്യമായെന്ന് വരില്ല. ആഹാ, വാര്യത്തെ താത്രിക്കുട്ടിക്ക് സാഹിത്യമൊക്കെ വശമുണ്ടല്ലേ? അല്പം തമാശ കലർത്തിയാണ് അവനത് പറഞ്ഞത്. നടക്കുന്നതിനിടെ എപ്പോഴും അവൾ വേയിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ അവന്റെ കൈകൾ അവളെ താങ്ങി. നോക്കി നടക്കു കുട്ടി, മാനത്ത് നോക്കി നടന്ന് നിലത്ത് കിടക്കും. തനിക്ക് നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നലെ മുത്തശ്ശൻ തല്ലിയെടുത്തൊക്കെ കുത്തിക്കൊള്ളും പോലെ വേദനിക്കുന്നു. നേരത്തോട് നേരമായില്ലേ, അതിൻ്റെയാ. ഞാൻ പിടിക്കണോ നടക്കാൻ വേണ്ടി? വേണ്ട സർ. മനസ്സില്ലാ മനസ്സോടെയായിരുന്നു അവളത് പറഞ്ഞത്. കാരണം ഒരു ചേർത്ത് പിടിക്കലും വാത്സല്യം നിറഞ്ഞൊരു തലോടലും അവൾ എപ്പോഴൊക്കെയോ കൊതിച്ചിരുന്നു. പിന്നെയും ദൂരം പിന്നിട്ടപ്പോഴാണ് അവൾ കണ്ടത് പാടത്തിനിടയിലൂടെ തെളിഞ്ഞു കണ്ടൊരു ടോർച്ച് വെട്ടം. അത് മുത്തശ്ശനായിരിക്കുമോ? അവൾ നന്ദനോടായി അത് ചോദിച്ചു. ഭയം കൊണ്ട് അവളുടെ കൈകൾ വിറച്ചു. അത് മനസ്സിലാക്കിയ പോലെ തന്നെ നന്ദൻ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. അങ്ങ് അകലെ കണ്ട ടോർച്ച് വെട്ടം അടുത്തെത്താറായപ്പോഴേക്കും കള്ളം ചെയ്ത് പിടിക്കാൻ പോകുന്നൊരു കുട്ടിയെപ്പോലെ താത്രി നന്ദന്റെ പിന്നിലേക്ക് മാറി നിന്നു. തുടരും.